70കളിലും 80കളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു നാണയമാണ് പൈസ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് 5 പൈസയാണ്. ഈ പൈസയെക്കുറിച്ച് പറയാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. പകരം ഈ പൈസ എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ പ്രധാനപ്പെട്ട സമുദ്രങ്ങളെക്കുറിച്ച് ഗ്ലോബിലൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള പി, പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ വിസ്തീർണ്ണം തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഏഷ്യ ഉണ്ട്, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ ഈ ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ ഭൂഖണ്ഡമുണ്ട്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. അതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ വലിപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഏകദേശം 30% പസഫിക് സമുദ്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കരഭാഗം മുഴുവനും നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിപ്പം പസഫിക് സമുദ്രത്തിനുണ്ടാകും. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഡീപ്പ് പസഫിക് സമുദ്രത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ അക്ഷരമായിട്ടുള്ള എ, അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രങ്ങളിൽ രണ്ടാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. യൂറോപ്പ്, ആഫ്രിക്ക, അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇതിനിടയിലുള്ള ഒരു എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ്. വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സമുദ്രമാണ്. കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ജലഗതാഗതത്തിന് വളരെയധികം പ്രശസ്തിയുള്ള ഒരു സമുദ്രം കൂടിയാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. ഈ സമുദ്രത്തിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ബർമുഡ ട്രയാങ്കിളാണ്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഭാഗമാണ്. കാരണം ഒരുപാട് വിമാനങ്ങൾ കടലിലേക്ക് തകർന്നു വീണു, കപ്പലുകൾ ആ ഭാഗത്തു കൂടി പോകുന്ന കപ്പലുകൾ തകർന്നു വീണിട്ടുണ്ടെന്നും ഇങ്ങനെയൊക്കെ പറയപ്പെടുന്ന ഒരു ഏരിയ. മൂന്നാമത്തെ ഏറ്റവും വലിയ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിലുള്ള ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഭാഗത്തെ സുന്ദർബൻസ് എന്ന് പറയുന്ന ഏരിയ നമുക്കറിയാം. ലോകത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാടുള്ള ഡെൽറ്റയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിടപ്പ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏഷ്യ, ഇവിടെ ആഫ്രിക്ക, ഇപ്പുറത്ത് ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള ഈ പ്രദേശത്തിനിടയിലുള്ള സമുദ്രമാണ്. ഏകദേശം 20% ഭൂമിയുടെ ഭാഗം ഉൾപ്പെടുന്ന ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് പൈസയുടെ 4ാമത്തെ അക്ഷരമായിട്ടുള്ള എസ്. എസ് എന്ന് പറഞ്ഞാൽ സൗത്തേൺ ഓഷ്യൻ. അതായത് നമുക്കറിയാം ഈ ഭൂമിയുടെ സൗത്ത് ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്റാർട്ടിക്കയുടെ ഭാഗത്ത്, ഇതിനെ മറ്റൊരു പേര് കൂടി അറിയപ്പെടും, അന്റാർട്ടിക്കൻ സമുദ്രം എന്ന് കൂടി അറിയപ്പെടും. അന്റാർട്ടിക്കയുടെ ഭാഗത്ത് ഒരു സർക്കിൾ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ സമുദ്രമാണ് സൗത്തേൺ ഓഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത്. വളരെയധികം തണുപ്പ് കൂടിയ ഒരു പ്രദേശമാണ് ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ തണുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം -2 ഡിഗ്രി മുതൽ -10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ തണുപ്പ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു രാജ്യത്തിൻ്റെയും കീഴല്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്തിനും അധികാരമില്ലാത്ത പ്രദേശമാണ് അന്റാർട്ടിക്കൻ സമുദ്രം എന്ന് പറയുന്നത്. അതിശക്തമായിട്ടുള്ള കാറ്റുകൾ അടിക്കുന്ന പ്രദേശമാണ് ഈ ഒരു സൗത്തേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. വളരെ ദുർഘടമായിട്ടുള്ള ഒരു സമുദ്ര സഞ്ചാര പാതയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തെക്കേ അമേരിക്കയുടെ ഈ ഭാഗത്താണ് കേപ്പ് ഹോൺ മുനമ്പ് എന്ന് പറയുന്ന മുനമ്പ് വരുന്നത്. ഇത് ഏകദേശം സൗത്തേൺ ഓഷ്യനോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തേക്കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച യാത്രയാണ്. അപ്പോൾ അത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള കാലാവസ്ഥയുള്ള ഒരു ആണ് അന്റാർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗത്തേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. പൈസ എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ അക്ഷരമായിട്ടുള്ള എ. അടുത്ത് നമുക്ക് നോക്കാം ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് ആർട്ടിക് മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഓഷ്യനാണ്. വളരെ ചെറിയ, ഭൂമിയിലെ ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുൻപ് ചർച്ച ചെയ്ത പോലെ തന്നെ 24 മണിക്കൂർ രാത്രിയും പകലുമുള്ള ദിവസങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആഗോളതാപനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ മഞ്ഞുകളെയാണ്. ഇവിടെ ഈ പൈസ എന്നുള്ള കോഡ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലെ പ്രധാനപ്പെട്ട 5 സമുദ്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്ലോബിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു.